സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ യുവതലമുറ ഏറെ സമയം കണ്ണാടി നോക്കി തങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തുന്നവരാണ്. പെൺകുട്ടികളാണെങ്കിൽ ഏതുതരം മേക്കപ്പ് ചെയ്യണം എങ്ങനെയെല്ലാം ചിന്തിക്കുന്നു. ആൺകുട്ടികളാണെങ്കിലോ ഏതുതരം ഹെയർ സ്റ്റൈൽ വേണം എന്നിങ്ങനെയെല്ലാം ചിന്തിക്കുന്നവരാണ്. എൻ്റെ കയ്യിലിരിക്കുന്നതും ഒരു കണ്ണാടിയാണ് കേട്ടോ. ഇതുപോലെ ക്രിസ്തുവാകുന്ന കണ്ണാടിയിലേക്ക് നോക്കിക്കൊണ്ട് തൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിച്ച ഒരു പ്രഭു കന്യകയുടെ ആധ്യാത്മികതയെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അസീസിയിലെ സമ്പന്ന കുടുംബത്തിൽ മൂന്നാമത്തെ കുട്ടിയായി ജനിച്ചവളാണ് വിശുദ്ധ ക്ലാര. സന്യാസ ജീവിതത്തിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഒരു ഉത്തമമായ ക്രൈസ്തവ ജീവിതം അവൾ നയിച്ചിരുന്നു. അവളിൽ വസിച്ചിരുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തിനു വേണ്ടി അവളെ തിരഞ്ഞെടുത്തു. വിശുദ്ധ അലക്സാണ്ടർ നാലാമൻ പാപ്പ വിശുദ്ധ ക്ലാരയെ പറ്റി പറയുന്നത് ഇപ്രകാരമാണ്: തൻ്റെ ജീവിതശൈലിയിൽ കൂടുതൽ നിർമ്മല, അർപ്പിത ജീവിതത്തിൽ അതീവ നിർമ്മല. ക്ലാരയിലൂടെ ഒരു നിർമ്മലമായ ദർപ്പണം ലോകത്തിന് ലഭിച്ചു. അതേ കൂട്ടുകാരെ, ഈ നിർമ്മലമായ ദർപ്പണം നമ്മുടെ ഈശോയാണ്. ഈശോയാകുന്ന നിർമ്മലമായ ദർപ്പണത്തിലേക്ക് അനുദിനവും നോക്കി തൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിച്ചവളാണ് വിശുദ്ധ ക്ലാര. നമുക്കും ഈശോയാകുന്ന ഈ നിർമ്മലമായ ദർപ്പണത്തിലേക്ക് ആഴത്തിലേക്ക് നോക്കാം. ഈ നിർമ്മലമായ ദർപ്പണത്തിലേക്ക് നോക്കുമ്പോൾ നന്മയുടെ പ്രതിഫലനങ്ങളാണ് നാം ദർശിക്കേണ്ടത്. ഈ നന്മയുടെ പ്രതിഫലനങ്ങൾ എന്ന് പറയുമ്പോൾ ഈശോയുടെ ഹൃദയ ഗുണങ്ങളായ സ്നേഹം, ആനന്ദം, ക്ഷമ, ദയ, നന്മ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഒപ്പിയെടുക്കണം. നമ്മൾ ചിലവരെ കാണുമ്പോൾ പറയാറില്ലേ, ഇവർ കാണുമ്പോൾ എന്തൊരു ഗ്രേസാ, എന്തൊരു കൃപയാണ്. ഇതിൻ്റെ എല്ലാ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈശോയുടെ ഹൃദയ ഗുണങ്ങളെ അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. അവർ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക സൗന്ദര്യം നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. വിശുദ്ധ ക്ലാര ആഗ്നസിന് എഴുതിയ 4ാമത്തെ കത്തിൽ ഇപ്രകാരം പറയുന്നു: വരൂ, എന്നോടൊപ്പം ഇതിലേക്ക് നോക്കൂ. ദാരിദ്ര്യത്തിൻ്റെ പാരമ്യത്താൽ പിള്ളക്കച്ചുകളാൽ പൊതിയപ്പെട്ട് കിടക്കുന്ന ഉണ്ണിയേശുവിനെ നോക്കിക്കാണൂ. ഈ ഉണ്ണീശോയുടെ എളിമയും വിനയവും എല്ലാം ക്ലാര പുണ്യവതി അങ്ങനെ സ്വന്തമാക്കി. നമുക്കും ഈശോയാകുന്ന നിർബലമായ ദർപ്പണത്തിലേക്ക് ആഴത്തിലേക്ക് നോക്കാം. കൂടുതൽ സ്നേഹത്തോടെ നോക്കാം. നന്മയല്ലാത്ത എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് മാറ്റിക്കളയാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ വികൃതമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റിക്കളയാനായിട്ട് ശ്രമിക്കാറില്ലേ? അതുപോലെ നമ്മുടെ ജീവിതത്തിലും നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് അതിനെയെല്ലാം തിരുത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം. അങ്ങനെ നിർമ്മലമായ ദർപ്പണമായ ഈശോയിലേക്ക് അനുദിനവും നോക്കി നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് നന്മയുടെ പ്രതിഫലനങ്ങൾ ലോകത്തിന് സമ്മാനിക്കാം. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.